അസ്സലാമു അലൈക്കും. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വരിക. ഇന്ന് അയില മുളക് കറി വെക്കുന്ന പച്ചത്തേങ്ങ അരച്ച് അതിൻ്റെ ചേരുവകൾ: 2 പെരുംജീരകം, തക്കാളി, കരിയാപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പുളി, ഇതിത്രയും. പിന്നെ വറ്റൽ മുളകാണ് ഇന്ന് അരയ്ക്കുന്ന. വറ്റൽ മുളക് ക്രാഷ് ചെയ്തത്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ച തേങ്ങ, മല്ലിപ്പൊടി. പിന്നെ അയിലയും ഉണ്ട്, കോര ഉറ്റാൽ. തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വരട്ടിയെടുക്കണം. വരട്ടിയെടുത്തതിന് ശേഷം മുളക് തട്ടിയിടും. അത് വെളിച്ചെണ്ണ ഒഴിച്ചാണ് റെഡിയാക്കുന്നത്. പിന്നെ നമ്മൾ താളിച്ചൊഴിക്കത്തതേ ഉള്ളൂ. അധികം പഴുത്ത തക്കാളി അല്ല കേട്ടോ. ഇതിപ്പം നല്ല വഴഞ്ഞു വരണം. ഇനി ഇതിനകത്ത് ഒരു കാര്യം ഇട്ടിട്ടുണ്ട് കേട്ടോ, ഉലുവ. ഇത് വറുത്ത് വരുമ്പോഴേ വഴണ്ട് വരുമ്പോൾ ഈ പെരുംജീരകത്തിൻ്റെ മണം നല്ല മുന്നിട്ട് ഇരിക്കും. 3-4 ദിവസം നമുക്ക് ഈ കറി പഴകി വെച്ചെടുക്കാം. നല്ലതാട്ടോ, നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് കൂടും. ഇതിനകത്ത് മല്ലിപ്പൊടി പിന്നെ ഒരു ശകലം കഴിഞ്ഞ് ഇതൊന്ന് മുളക് ക്രാഷായി വരണം നല്ല വൃത്തിയായിട്ട്. അല്ലേ, എല്ലാം കൂട്ട് റെഡിയായി. ഇതിനകത്ത് നമ്മൾ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മല്ലിപ്പൊടി ഇത്രയും മതി കേട്ടോ. തേങ്ങ നമ്മൾ പച്ചത്തേങ്ങ അരച്ച് ചേർക്കും, അതുകൊണ്ട് ഇത്രയും മല്ലിപ്പൊടി ഇട്ടാൽ മതി. ഈ മുളക് ഞാൻ കടയിൽ നിന്ന് മേടിക്കുന്നതല്ല കേട്ടോ, മുളക് ക്രാഷ് ചെയ്തത്. ഞാൻ മുളക് മേടിച്ച് ഇവിടെ തന്നെ ക്രാഷ് ചെയ്ത് വെക്കുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് വല്ല മുളക് കിട്ടും. ഇനി എന്നത് ചൂടായി കഴിഞ്ഞാൽ അരയ്ക്കണം. ഇതിപ്പോൾ നമ്മൾ അരച്ചെടുത്ത് തേങ്ങ വേറെ അരച്ച് വെച്ചേക്കുക. പിന്നെ വേണ്ടേ അരച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇനി ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ അര തക്കാളി, കരിയാപ്പില, പച്ചമുളക് ഒഴിക്കുവാണേ. അരഞ്ഞ് കിട്ടും കേട്ടോ, നല്ല വൃത്തിയായിട്ട്. മുളക് പൊടിയും കൈ നല്ലതാണ്. ഈ തേങ്ങ അരച്ചത് പിന്നെയും ചേർക്കും. അങ്ങനെ കറി തിളച്ച് ഇനി ഇതിനകത്ത് ഉപ്പിടണം. ഞാൻ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. ഉപ്പ് തിളച്ച് കഴിഞ്ഞ് എടുത്തോളൂ കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻ്റ് ഇടണേ. നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ വയ്ക്കുന്നു. ഇത്തിരി ഇത് പറ്റിക്കഴിഞ്ഞതിന് ശേഷം തേങ്ങ അരച്ചത് വീഴ്ത്തത്തുള്ളൂ. അയിലത്തലയൊക്കെ കണ്ടോ, എനിക്ക് അയിലയുടെ തല ഇങ്ങനെ ഇടുന്ന ഇഷ്ടം. തേങ്ങ ഒഴിച്ച് കണ്ട. ഇനി ഇതൊന്ന് തിളച്ച് കിട്ടണം. തിളച്ച് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം മതി. ഒന്ന് തിളച്ചാൽ മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണം. എന്നിട്ട് താളിച്ചൊഴിക്കണം. ഇത്രയും കട്ടിയുണ്ട്. ഇങ്ങനെ കറി ഇറക്കി ഇനി നമുക്കിതിനകത്ത് താളിച്ചൊഴിക്കണം. അങ്ങനെ എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായി. ഇതിനകത്ത് ഇനി കടുക്, ഇതിലിനി വറ്റൽ മുളക്, കൊച്ചുള്ളി, കരിയാപ്പില, ഇത്രയാണ്. കടുക് പൊട്ടി. കറി റെഡിയായിരിക്കില്ല. അങ്ങനെ താളിച്ചതെല്ലാം റെഡിയായി വന്നിട്ട് ഇത് കറിയിലോട്ട് ഒഴിക്കുക. അങ്ങനെ കറി റെഡിയായി. രസമുണ്ട്. ഇത് മെലഞ്ഞാത്ത രസമാണ് കേട്ടോ.
കറിയായി. ഇത് ചായക്ക് ആവി വറക്കുന്ന. എല്ലാവരും ഇത് ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് വരിക പ്ലീസ്. ഇങ്ങനെ ചെയ്തെന്ന് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ഇടുക ടേസ്റ്റ് ഉണ്ടോയെന്ന്. എല്ലാവരും കണ്ടല്ലോ.